ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് ഈവനിങ്ങിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണ്ടിയിട്ടും പിന്നെ അതുപോലെ 3-4 ദിവസത്തേക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് കൊത്തിയെടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ്. അപ്പോൾ തേങ്ങ ശരിയാക്കിയതൊക്കെ ഫ്രീസറിലിരുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളിപ്പോൾ 10th-ലാണ്. അപ്പോൾ മോൾക്കിപ്പോൾ കുറച്ച് 2-3 ആഴ്ചയായിട്ട് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് 7:10-നാണ് ഇപ്പോൾ ബസ് വരുന്നത്. ഇപ്പോൾ വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് ക്ലാസ് നേരത്തെയാണ് കേട്ടോ ക്ലാസ് തുടങ്ങുന്നത്. അതായത് ഒരു 7:10-ന് ബസ് വരും, 7:00-ക്ക് ക്ലാസ് തുടങ്ങും. നോർമലി 8:10-നൊക്കെയാണ് ബസ് വരുന്നത്, 8:30-ക്കാണ് ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ 7:00-ക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ് കഴിയും. അപ്പോൾ രാവിലെ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ഇതുപോലെയൊക്കെ കുറച്ച് ചെയ്ത് വെച്ചാൽ രാവിലെ ഇച്ചിരി വൈകി എഴുന്നേറ്റാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെള്ളയപ്പം ഗ്രീൻ പീസാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അരിയും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പത്തിന് അരച്ചെടുക്കണം, അതുപോലെ ഗ്രീൻ പീസൊക്കെ വേവിച്ചെടുക്കാനുണ്ട്. പിന്നെ കുറച്ച് മുളകും മസാലയൊക്കെ ഞാൻ ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. തേങ്ങ ഞാൻ പൊടിച്ചെടുക്കുന്നില്ല, ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് കുക്കറിൽ വേവിച്ചിട്ട് അല്പം വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് ഇതുപോലെ ഫ്രീസറിലാക്കി വെക്കും. മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്ന സമയത്ത് ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈത്തപ്പഴവും നട്ട്സ് വേണമെങ്കിൽ ഇടാം. വാനില എസൻസും പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നല്ല ടേസ്റ്റ്. കുറച്ച് ചക്ക ഇത് വേവിച്ച് വരട്ടി വെച്ചിട്ടുള്ളതാണ്. ഞാനത് വീട്ടിൽ പോയപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഫ്രീസറിൽ. അപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ ചക്കക്കുരു ഇതേപോലെ കവറിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളകും ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾസൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഞാനൊരു 3-4 ദിവസത്തേക്കുള്ള മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പും വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഓരോ ടിന്നുകളിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ക്യാബേജ് ഞാൻ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ചോപ്പറിലിട്ട് ക്യാബേജ് റെഡിയാക്കാറില്ല. അത് ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല തോരൻ വെക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ചോപ്പർ ഞാൻ PGൻ്റെ ഷോറൂമിൽ നിന്ന് ഇവിടെ ആലുവയിൽ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പലരും ചോദിക്കലുണ്ട്, ഞാൻ കമൻസിനും റിപ്ലൈ തരാറുണ്ട്, അതുപോലെ തന്നെ വീഡിയോയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. തോരന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഴുകുവരട്ടിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് പച്ചരിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരിക്കും തോരനും വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ഞാൻ ചോപ്പറിലിട്ട് റെഡിയാക്കി എടുത്തിട്ട് ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. 2 ടിന്നിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വെണ്ടയ്ക്ക് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുത്ത് വെച്ചതാണ്. അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ആ സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. പിങ്ക് ബൗളിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് തക്കാളി, വെണ്ടയ്ക്ക, പിന്നെ വെള്ളരിക്ക, ക്യാരറ്റും ബീൻസും ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സാമ്പാറിനുള്ള പീസ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് അതും ഒന്ന് ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലത്തെ ടിന്നുകളിൽ കുറച്ച് പച്ചമുളകും പിന്നെ ചുവന്ന മുളകും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് അത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ചിക്കനും കൂടി ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ്. അപ്പോൾ നാളെ നമുക്ക് ലഞ്ചിന് മോരുകറിയും ബീട്രൂട്ടോ അല്ലെങ്കിൽ ബീൻസ് മെഴുക്കുവരട്ടി നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസും വെള്ളത്തിലിട്ടുണ്ട്, അരിയും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ, പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഞാനൊന്ന് അരി ഒന്ന് അരച്ചെടുക്കുക, വെള്ളയപ്പത്തിനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് മാത്രം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു പകുതിയോളം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി പകുതിയിലേക്കാണ് അതിലേക്കുള്ള തേങ്ങയും പിന്നെ കുറച്ച് അല്പം ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം അതിലേക്കുള്ള ചോറുകൂടി ചേർത്തിട്ട് തേങ്ങ വെള്ളം ഒഴിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്പം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കൂടി പോകും. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അത് നമ്മൾ കിടക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും. അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒന്ന് ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇടിയപ്പവും ചിക്കൻ കറിയാണ്. അതായത് ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയതായിരുന്നു, ചിക്കൻ കറി ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയതായിരുന്നു. രാത്രിത്തേക്കും ഇത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഇനി ഞാൻ ആ ഗ്രീൻ പീസും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ്. ആ സമയം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിച്ചൺ നമ്മളെപ്പോഴും നീറ്റായും ക്ലീനായും വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഇടയിൽ തന്നെ സമയം കിട്ടുന്നതനുസരിച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന എന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചാൽ ഇരട്ടി പണിയാവും. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കുക്കിംഗ് സമയത്ത് എടുത്ത് വെക്കുമല്ലോ, അതൊക്കെ എല്ലാം യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെക്കുക. പാത്രങ്ങൾ കഴുകിയ ശേഷം എല്ലാ ദിവസവും നമ്മൾ സിങ്ക് നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ബ്ലീച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ പാത്രങ്ങൾ സിങ്കിൽ നമ്മൾ കൂട്ടിയിടാതെ അപ്പോൾ തന്നെ കഴുകിയെടുക്കുക കേട്ടോ. കുക്കിങ്ങിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ആകുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ ഗ്യാസ് സ്റ്റവ് കുക്കിങ്ങിന് ശേഷം ക്ലീൻ ചെയ്തിടുക. അതുപോലെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കിച്ചൺ ആഴ്ചയിൽ ഒരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് എല്ലാം ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടും ക്ലീൻ ആയിട്ടിരുന്നോളും. അപ്പോൾ ഞാനൊരു 6:15 ആയപ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ അല്പം പൊങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിനുള്ള മാവ്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള തേങ്ങ കൊത്തിയതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മാവൊക്കെ നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഗ്രീൻ പീസിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഗ്രീൻ പീസിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പം കുറച്ച് തേങ്ങാക്കൊത്തിട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോൾക്കുള്ള ചായ കൂടി ഒന്ന് എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മോള് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള ഇന്നലെ നമ്മളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ലഞ്ച് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പണികളൂടെ ഉണ്ട് കേട്ടോ. അതായത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം, പിന്നെ ക്ലീനിങ്, അങ്ങനെ വലിയ ക്ലീനിങ് ഒന്നുമല്ല, അടിക്കൽ, അങ്ങനെ ഒതുക്കലൊക്കെ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പണികൾ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.